ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ കാശില്ലാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല അല്ലേ? അപ്പോഴേ ഈ കാശൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പോകാതിരിക്കാനുള്ള കുറച്ച് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രയോജനമെന്ന് തോന്നുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമാകുകയാണെങ്കിൽ അത്രയും ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലിട്ട് പോകാം. ഒന്നാമതെന്ന് പറയുന്നത് വരുമാനം അനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ മതി. അതായത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ചാർട്ട് തയ്യാറാക്കും. ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ച ആ സമയം മുതൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലായാലും ആരും ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പുള്ളി തന്നെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് ഇത്ര രൂപയുടെ വരുമാനമേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുത്ത് അങ്ങ് കണ്ടമാനം ഒന്നും കളയാത്ത രീതിയിൽ നമുക്ക് ചെയ്യണം. അപ്പം നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നീ എഴുതി വെക്കണം. അത് ഞാൻ ആഴ്ച ഞാൻ നോക്കും. അത് എവിടേക്കാണ് നമുക്ക് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കിയിട്ട് അത് നമുക്ക് നോക്കാമെന്ന് പറയാം. അപ്പം ഞാൻ അതെന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പുള്ളി തന്നെ പറഞ്ഞ് ഡേറ്റ് എഴുതിയിട്ട് അന്ന് കിട്ടുന്ന സാലറി അത് ഏതൊക്കെ ഡേറ്റിൽ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എത്ര രൂപ ഞാനെടുത്ത് മീനായാലും അങ്ങനെ ഓരോ കാര്യത്തിന് ചിലവാക്കിയത്, അങ്ങനെ ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഇത്ര രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഇത്ര രൂപ സേവിങ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന എമൗണ്ടുകൾ എന്തോത്തിനൊക്കെ എടുത്ത് എത്ര രൂപ ആയി എന്നൊക്കെ ഉള്ളതൊന്ന് കണക്കെഴുതി വെക്കുന്ന പെണ്ണുങ്ങൾ നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിൽ ആണുങ്ങൾ പൈസ കൊണ്ട് തരുമ്പോൾ നാളെ ഒരു സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, നീ അത് എന്തിനെടുത്ത്, അത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മളതൊക്കെ മറന്നു പോയേക്കും. അതുകൊണ്ട് നമ്മളത് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. എന്താ ഞാൻ ഇന്ന കാര്യത്തിനൊക്കെ എടുത്ത് നോക്കിക്കുക, ഇത്ര രൂപയൊക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ അത് തന്നെയല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ നമ്മൾ എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ ഈ പാഴായിട്ട് എന്തെങ്കിലും പൈസ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടോ, എന്തോ കാര്യത്തിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പാഴ്ചെലവ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു പാഴ്ചെലവ് അടുത്ത മാസം നമുക്ക് ചിലവാക്കാതിരിക്കാൻ നമുക്ക് മാക്സിമം നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ അതിൽ നിന്ന് നമുക്ക് 10 പൈസ മീതിയാക്കാനും പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് ഫലപ്രദമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, വീട്ടു സാധനങ്ങൾ. നമ്മളിപ്പോൾ എല്ലാവരും മാസം വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വീട്ടിലെ ലിസ്റ്റുകളെല്ലാം, അതായത് എന്തെല്ലാം വീട്ടുകളിൽ തീർന്നിട്ടുണ്ടെന്നുള്ളത് ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർന്നത് മാത്രം, ആ ലിസ്റ്റിലുള്ളത് മാത്രം നമുക്ക് മേടിച്ചാൽ മതി അല്ലേ? അല്ലാതാണ്ട് നമ്മളെപ്പോലുള്ള പെൺകുട്ടികൾ അങ്ങോട്ട് ചെന്നിട്ട് കാണുന്നതൊക്കെ അത്യാവശ്യം മേടിച്ചു കൂട്ട് പൈസ പോകുന്ന വഴി അറിയത്തില്ല. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് മേടിച്ചുകൊണ്ടിഞ്ഞ് പോരാ. അപ്പം അതിൽ നിന്ന് നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കറണ്ട് ബില്ലെന്ന് വെച്ചാൽ മാക്സിമം ഇപ്പം 2 ബെഡ്റൂം, അടുക്കള, ഹാള്, ബാത്റൂം ഒക്കെ എല്ലാ വീട്ടുകളിലും വൈകിട്ടാകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് എല്ലാവരും ലൈറ്റ് ഇട്ടിട്ട് ജസ്റ്റ് എല്ലാവരും കൂടെ TV കാണാനിരിക്കുന്നെങ്കിൽ എല്ലാ റൂമിലും ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിട്ടായിരിക്കും TV കാണാൻ ഹോളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഹാളിലായിരിക്കുന്നെങ്കിൽ ഹാളിൽ മാത്രമേ ലൈറ്റും ഫാനും ഇടും. അടുക്കളയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ അടുക്കളയിൽ ലൈറ്റ് ഓഫ് ചെയ്യും. അത് ഇപ്പോൾ എൻ്റെ മക്കളെ തന്നെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ മക്കളായാലും ഭർത്താവായാലും കയറിയിട്ട് ഇറങ്ങി കഴിയുന്ന പറയുന്ന ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. കാരണം നമുക്ക് അതിൽ നിന്ന് നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് നമുക്ക് കുറവ് വരുന്നത്. ആദ്യമൊക്കെ 1700 വെച്ച് വന്നുകൊണ്ടിരുന്നത്, പിന്നെ അത് കുറഞ്ഞ് ഇപ്പം 700-800 രൂപയ്ക്കകത്ത് ആയിട്ട് ആ ഒരു രീതി, 700-800 ഇടയ്ക്കായിട്ടാണ് ഇപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു രീതി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ കയറുന്നിട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ ലൈറ്റ് ആയാലും ഫാൻ ആയാലും ഒക്കെ നമ്മൾ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഒരു 5-5:30 കഴിഞ്ഞ് ഒരു 9 മണിക്ക് ഇപ്പുറം വെച്ച് നമ്മൾ മോട്ടർ ഇടാനായിട്ട് മാക്സിമം മോട്ടർ ഇടാതിരിക്കാൻ ശ്രമിക്കുക അതിന് മുമ്പ്. കാരണം ആ സമയങ്ങളിൽ എല്ലാവരും കറണ്ട് ഓടി എടുക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു കറണ്ട് ബില്ല് എഴുതാൻ വരുന്ന ഒരു ചേട്ടൻ എനിക്ക് പറഞ്ഞെന്ന ഐഡിയ ആണ് കേട്ടോ. കറണ്ട് ബില്ല് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് 1200 ഉണ്ടെങ്കിലും പിന്നീട് ഇത് ഇങ്ങനെയൊക്കെയുള്ള കൈമണി ചെയ്ത് ഞാൻ 800-ലാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരയ്ക്കുന്നത് 5 മണിക്ക് മുമ്പായിട്ട് മിക്സിക്കകത്തൊക്കെ അരച്ച് വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ച് പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനാണെങ്കിൽ മാക്സിമം ചോറും
വെക്കുന്നതും അതുപോലെ തന്നെ ഈ അടയൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്, ചീനി വേവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം ഞാൻ അടുപ്പിനകത്താണ്. ഈ വന്ന കാലത്ത് അടുപ്പിനകത്തിൽ വിറവ് കത്തിക്കാൻ പോലും അറിയാൻ വയ്യാത്ത പെണ്ണുങ്ങളുണ്ട്. പക്ഷേ ഞാൻ അവരോടല്ല പറയുന്നത്, എന്നെപ്പോലുള്ള സാധാരണക്കാരോടാണ് ഈ പറയുന്നത്. അത്യാവശ്യം നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പിനകത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് അത്രയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം. വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ജോലിക്ക് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നിലേക്ക് കമൻറ്റ് ബോക്സ് വന്ന് കുമിഞ്ഞു കൂടും. കാരണം ജോലിക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ, ജോലിക്ക് പോകുന്ന പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെയൊക്കെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ലാഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം ഗ്യാസ് വയ്ക്കുമ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കുക. അതാകുമ്പം പെട്ടെന്ന് അത് തിളച്ച് വെന്ത് വന്നോളൂ. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത്രയും കൂടെ നമുക്ക് ഗ്യാസ് അത് നഷ്ടമായിട്ട് പോകും. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. അതുപോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ തീ അങ്ങ് സിമ്മിലിടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ യാത്രയൊക്കെ പോയിട്ട് വരുന്ന സമയങ്ങളിലുണ്ടല്ലോ, മാക്സിമം നമുക്ക് വലിയ ആരോഗ്യവതികളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, കാലിനൊന്നും കുഴപ്പമില്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന ദൂരമുള്ളെങ്കിൽ നമ്മൾ മാക്സിമം നടന്നു വരിക. എന്ന് ചോദിക്കും, ഒരു 30 രൂപ 40 രൂപയല്ലേ ഉള്ളൂ പിന്നെ ഓട്ടോ കൊടുത്ത് അങ്ങനെ അതിനകത്ത് എന്ത് സമ്പാദിക്കാനാണെന്ന് ചോദിക്കും. എല്ലാവരും പറഞ്ഞേക്കാം ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ 10 രൂപ ഇട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചാകുമ്പോൾ നമുക്ക് എടുത്താൽ അത് നല്ലൊരു എമൗണ്ട് ആയിട്ടിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാവരും വലിയൊരു എമൗണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെറുതിലെ സമ്പാദിച്ചാണ് നമ്മൾ വലുതിലോട്ട് കയറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബര ജീവിതം നയിക്കാതിരിക്കുക. മാക്സിമം ശ്രമിക്കേണ്ട കാര്യങ്ങൾ അത് കേട്ടോ. ഇപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനെ വലുത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൈസ എല്ലാം കൂടെ എടുത്ത് അതിനായിട്ട് മുടക്കാനിരിക്കുക. നമ്മൾ എങ്ങനെയാണോ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുക. നമ്മുടെ വരവ് അറിഞ്ഞിട്ട് നമ്മൾ ചിലവാക്കുക. കടം മേടിച്ചും അങ്ങനെ ചെയ്ത് ഒന്നും ചിലവാക്കേണ്ട. നമുക്ക് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടുകൾ മക്കളെ അറിയിച്ച് തന്നെ നമ്മൾ വളർത്താനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ ഞങ്ങൾ വഞ്ചി തയ്യാറാക്കും കേട്ടോ. വഞ്ചി അതായത് വീട്ടിലെ പലചരക്ക് സാധനം, പിന്നെ ഉപ്പേരി വർഗ്ഗം, ഈ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓണത്തിന് മേടിക്കുന്നത് എൻ്റെ വഞ്ചി പൊട്ടിച്ചിട്ടായിരിക്കും. ഇപ്പം 3-4 വർഷം കൊണ്ട് അങ്ങനെയാണ്. എൻ്റെ വഞ്ചി പൊട്ടിച്ചിട്ടാണ് ഞങ്ങളത് മേടിക്കുന്നത്. കാരണം എങ്ങനെ പോലെ ഒരു 4500-5000 രൂപയ്ക്കകത്തുണ്ട്. അഥവാ ഒരു 3000-3500 ഉള്ള സമയത്ത് ഹസ്ബൻഡിൻ്റെയും കൂടെ അതിനകത്തുനിന്ന് പൈസ കിട്ടുക ചോദിക്കുക. എൻ്റെ പൈസയല്ല, പുള്ളിക്കാരൻ മീൻ തരുന്നതും ഒക്കെ മാറ്റി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇച്ചിരിച്ച് 20, 10, 30 വെച്ച് ഇട്ടിട്ടാണ് ഇത്രയും ഒരു വർഷം കൊണ്ട് ഇത്രയും ആകുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും വീട്ടിലിരിക്കുന്നത് നമുക്കില്ലല്ലോ. അപ്പം അങ്ങനെയും നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കൊച്ചിലെ മക്കൾക്ക് 2 പേർക്കും വഞ്ചി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 രൂപ പിന്നെ നമ്മളിപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുമ്പോഴും അങ്ങനെ എന്തെങ്കിലും 10 രൂപ 2 പേരുടെയും കയ്യിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് മുട്ടായി മേടിക്കണമെന്നൊന്നും പറയത്തില്ല. വഞ്ചി എടുത്ത് നമ്മെ വഞ്ചിക്കത്തില്ല. അത് ചെറുപ്പം മുതലേ കാണിപ്പിച്ച് അത് ശീലമാക്കിയതുകൊണ്ട് ആ വഞ്ചിക്കകത്തിടുന്ന ആ ഓണം ആകുമ്പോഴത്തേക്ക് പൊട്ടിക്കുമ്പോൾ അവർക്കതൊരു സന്തോഷം, അവർക്കുള്ള എന്തെങ്കിലും കളിപ്പട്ടം മേടിക്കാനും അതിനകത്തുനിന്നാകും. അപ്പം നമ്മളിങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പൈസ ലാഭിക്കുന്നതും സേവ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു കൊച്ചു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. പറയണം, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ, സീ യു.